വയറെരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ വേണ്ടിയുള്ള ഡിവൈഎഫ്ഐയുടെ ഹൃദയസ്പർശം എന്ന് പറയുന്ന ഓണസദ്യയാണ് നമ്മുടെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഡിവൈഎഫ്ഐ ഇതിപ്പോൾ രണ്ടാമത്തെ പന്തിയാണ്. ആദ്യ പന്തിയിൽ CPIഎമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ഡിവൈഎഫ്ഐയുടെ നേതാക്കൾ ചിന്താ ജോറം ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. നിങ്ങൾ എത്ര വർഷമായിട്ട് ചെയ്യുന്നതാണ്? ഇപ്പോൾ പൊതിച്ചോറ് ചെയ്തു, ഇപ്പോൾ നിങ്ങൾ ഓണസദ്യയിലേക്ക്? അല്ല, നമ്മളിവിടെ എല്ലാ വർഷവും വിശേഷ ദിവസങ്ങളിൽ, കഴിഞ്ഞ വർഷം മുതൽ തിരുവോണത്തിനായിരുന്നു, ഇത്തവണ ഉത്രാടത്തിന് കൂടി ട്യൂഷനിലെ വിളമ്പി അതിനകത്ത് ഓണസദ്യയായി നൽകുകയാണ്. പായസം എല്ലാം ഉൾപ്പെടെ ഉത്രാടത്തിനുമുണ്ട്, നാളെ തിരുവോണത്തിനുമുണ്ട്. എല്ലാ വിശേഷങ്ങൾക്കും അങ്ങനെയാണ്. ഇപ്പം നാളെ ഇരട്ടി മധുരമാണല്ലോ, ഓണവും അതുപോലെ തന്നെ നബിദിനവും ഒരുമിച്ച് വരികയാണ്. അപ്പം എല്ലാ ആഘോഷങ്ങളിലും രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഒപ്പം ഹൃദയസ്പർശമായി ഡിവൈഎഫ്ഐ ഉണ്ട് എന്നുള്ളതാണ്. എന്തോ പറയാനാ. അപ്പോൾ എല്ലാവരുടെയും ഹൃദയത്തിലാണ് ഡിവൈഎഫ്ഐ ഇടം നേടിയിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് ഇതൊരു വലിയ ഒരു സന്തോഷത്തിൻ്റെ ദിവസം കൂടിയാണ്. ഈ അമ്മയുടെ ഹോസ്പിറ്റലിൽ വന്നേ, അന്നേരം ഇത് കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. ഓണസദ്യ കഴിച്ചിട്ട്. ഓക്കെ, സന്തോഷം. ഡിവൈഎഫ്ഐ പൊതിച്ചോറ് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഓണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സദ്യ. ഇതിപ്പോൾ രണ്ടാമത്തെ പന്തിയാണ് ഈ നടക്കുന്നത്. ഇതിൽ ആശുപത്രി ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. നല്ലോണം നന്നായിരിക്കുന്നു. പൊതിച്ചോറ് വാങ്ങിച്ചിട്ടുണ്ടോ? ഇല്ല, പൊതിച്ചോറിന് നിന്നിട്ടില്ല. ഇപ്പൊ ഇങ്ങനെ ഒരു സദ്യ ഉണ്ടെന്ന് പറഞ്ഞപ്പോ വരാമെന്ന് വിചാരിച്ചു. ഹാപ്പി ഓണം എല്ലാവർക്കും. ഇതൊരു സുദിനമാണ് അവരെ സംബന്ധിച്ച്. ഡിവൈഎഫ്ഐ നേരത്തെ ഉമ്മ സംസാരിച്ച സമയത്ത് പല സ്ഥലങ്ങളിലും പോയി അവരിങ്ങനെ പലരെയും കണ്ട് കയ്യും കാലും പിടിച്ച് ഓരോ വീടുകളിൽ കയറി ഇറങ്ങിയാണ് ഡിവൈഎഫ്ഐ പൊതിച്ചോറ് പതിറ്റാണ്ടായി ഇവിടെ പോയി എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ അത് തുടരുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ഇന്നത്തെ ദിവസത്തേക്കാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു മാറ്റം. അതിൽ കഴിഞ്ഞ വർഷമൊക്കെ ഇതുപോലെ തന്നെ തിരുവോണ സദ്യ ചെയ്തു. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയാണ് ഈ തിരുവോണ സദ്യയിൽ പങ്കെടുക്കുന്നത്. അതിലങ്ങനെ പ്രായവ്യത്യാസം ഒന്നുമില്ല. സ്ത്രീകളും പുരുഷന്മാരും ഇവർ കൂട്ടിരിപ്പുകാരും രോഗികളായിട്ടുള്ളവരൊക്കെ ഇവിടെ ഇതിൽ പങ്കെടുക്കാൻ എത്തിയതുണ്ട്. അപ്പോൾ നമ്മുടെ കോർപ്പറേഷനിലെ മുൻ നമ്മുടെ എഞ്ചിനീയർ കൂടിയാണ്. ഹാപ്പി ഓണം. എങ്ങനെയുണ്ട് സദ്യ? മനസ്സ് നിറഞ്ഞോ? അതാണ്, എല്ലാവരുടെയും മനസ്സ് നിറയ്ക്കുകയാണ്. ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം നമുക്ക് പാവപ്പെട്ടവർക്ക്, വയറെരിയുന്നവർക്ക് അന്നമേകുന്ന ഒരു പ്രസ്ഥാനം. എൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് പൊതികൾ കൊടുത്തിട്ടുമുണ്ട്. കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് കൊട്ടാരക്കരയിൽ നിന്ന് ഒരുപാട് പൊതികൾ കൊടുത്തിട്ടുമുണ്ട്. മെഡിക്കൽ കോളേജിൽ എൻ്റെ അച്ഛനെയും അനിയത്തിയും അച്ഛനും അനിയത്തിയും കിടന്നപ്പോഴും പല സമയത്തും ഞങ്ങളുടെ വിശപ്പടക്കിയിട്ടുള്ളത് ഡിവൈഎഫ്ഐ ആണ്. അഭിമാനത്തോടെ പറയാം. ഇപ്പോഴും എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയുള്ള ആഹാരം ഞാൻ പാത്രത്തിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇനിയും പൊതിച്ചോറ് ഡിവൈഎഫ്ഐക്ക് കൊടുക്കുക തന്നെ ചെയ്യും എന്ന് എനിക്ക് പറയാനുള്ളത്. സന്തോഷം. എൻ്റെ പേര് മായ മഞ്ജു, കൊട്ടാരക്കര. മായയെ പോലുള്ള നിരവധി പേരാണ് ഇവിടെ നമ്മുടെ ഈ പൊതിച്ചോറ് ഇങ്ങനെ ഈ പൊതിച്ചോറ് കൊടുത്തിട്ടുള്ളതും വാങ്ങിയിട്ടുള്ളതും. അപ്പോൾ അവർക്കെല്ലാം ഒരു ചരിത്ര സംഭവമാണ്. ഈ നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്ത് എവിടെയെങ്കിലും ഒരു യുവജന പ്രസ്ഥാനം ഇതുപോലെ ഇങ്ങനെ ഈ പൊതിച്ചോറ് കൊടുക്കുക, ഇതുപോലെ ആഘോഷ ദിവസങ്ങളിൽ അവർക്ക് സദ്യ ഒരുക്കുക, ബിരിയാണി വരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മളെ സംബന്ധിച്ച് ഒരു നവ്യ അനുഭവമാണ്. അതായത് വിശന്ന് ആരും കഴിയരുത് എന്ന് പറയുന്ന ഒരു വലിയ സന്ദേശമുണ്ട് സർക്കാരിൻ്റെ. ആ സന്ദേശമാണ് ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഡിവൈഎഫ്ഐ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. സമരമുഖത്ത് മാത്രമല്ല, ഇതുപോലെ പട്ടിണി അകറ്റുന്നതിനും ഡിവൈഎഫ്ഐ ശക്തമായ ഒരു ഇടപെടൽ നടത്തുന്നു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇത്. നേതാക്കളൊക്കെ ഉണ്ട്. CPIഎമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി. ഇത് ഒരു വലിയൊരു സുദിനമാണ്. എല്ലാവരും ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് കൊടുത്തവർ വരെ ഇവിടെ വന്ന് ഇരിപ്പുണ്ട്. അവരും പറയുന്നത് ഞങ്ങൾ ഇനിയും കൊടുക്കും. എൻ്റെ പട്ടിണി അകറ്റുന്നത് ഡിവൈഎഫ്ഐയുടെ ഈ പൊതിച്ചോറാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് അച്ഛനെ ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്ന സമയത്ത് ഞങ്ങളുടെ പട്ടിണി അകറ്റിയത്, ഞങ്ങളെ സംരക്ഷിച്ചത് ഡിവൈഎഫ്ഐ ആണെന്നൊക്കെയാണ് ഓരോരുത്തരുടെ അനുഭവ സാക്ഷ്യം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശപ്പിന് പരിഹാരം കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ മനുഷ്യർക്കും വിശപ്പിന് ആഹാരം ലഭിക്കുക, ആഹാരം കൊടുക്കുക എന്നുള്ളതാണ്
ഈ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യത്വപരമായിട്ടുള്ള കടമ ഭക്ഷണം കഴിക്കാൻ നിവർത്തിയില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന ബോധത്തിലേക്ക് സമൂഹമാകെ ഉയർന്നു വന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ നിന്ന് പട്ടിണി കിടക്കുന്ന ആരുമില്ലാത്ത അവസ്ഥയുണ്ടായത്. ആശുപത്രിയിൽ രോഗികളായി കിടക്കുന്നവർ, അവരുടെ കൂട്ട് ഇരിപ്പുകാർ, അവരെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം തന്നെയാണ് DYFI ഫലപ്രദമായി കേരളത്തിൽ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു യുവജന പ്രസ്ഥാനത്തിനും കേരളത്തിൽ ഇതേപോലൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയുന്നില്ല എന്ന കാര്യവും യുവജന സംഘടനയുടെ ഒരു മുൻകാലത്തെ പ്രവർത്തനം എന്ന നിലയ്ക്ക് ഞാൻ അഭിമാനബോധത്തോടു കൂടിയാണ് ഈ കാര്യങ്ങൾ കാണുന്നത്. ഇതിന് ഈ പൊതിച്ചോറ് വിതരണത്തിന് ഒരുപാട് വർഷങ്ങളായി നേതൃത്വം നൽകുവാണല്ലോ, എന്തായിരുന്നു ഒരു അനുഭവം? നല്ല അനുഭവങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും ഉള്ളത്. ഓരോ വീട്ടിലെ അമ്മമാരുടെ സ്നേഹം നമുക്ക് കൊടുക്കാൻ പറ്റുന്നു. അതുമാത്രമല്ല, ഇവിടെ ഇത് കൈപ്പറ്റുന്നവരുടെ മനസ്സിലുണ്ടാവുന്ന ഒരു തൃപ്തിയും കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇന്നിവിടെ ഇപ്പം ഒരമ്മ കരഞ്ഞുകൊണ്ടാണ് പോയത്, മകന് മഞ്ഞപ്പിത്തമാണ്. പക്ഷേ ഇന്ന് ഇങ്ങനെ ഒരു നേരത്തെ ആഹാരം കൊടുക്കാനോ സദ്യ കൊടുക്കാനോ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ കൊടുക്കാൻ പറ്റി, നിങ്ങളുള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞു പോകുമ്പോൾ അവരുടെ മനസ്സ് നിറയുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതിൽ നേരത്തെ പലരും പ്രതികരിച്ചിരുന്നു. അതിൽ അവരുടെ പ്രതികരണങ്ങൾ കൂടി ഒന്ന് കേൾക്കണം. അത്ര അവരൊക്കെ ഹൃദയസ്പൃക്കായി അവരുടെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള തേങ്ങലോടുകൂടിയാണ് അവർ ഇതിനെയെല്ലാം ഓർക്കുന്നത്. അത്രമാത്രം നന്ദി അവരുടെ കണ്ണുകളിൽ അത് കാണാനുണ്ടായിരുന്നു. DYFI ഇവിടെ ഉണ്ടാവും. പൊതിച്ചോറ് വിതരണവും ഇനി സ്ഥിരമായി നടക്കുക തന്നെ ചെയ്യും. ഓണസദ്യകളും നടക്കും. അതുപോലെ വിവിധ ആഘോഷങ്ങളിലെല്ലാം ഇതേപോലെ തന്നെ അവർക്ക് പലതരത്തിലുള്ള എല്ലാ മതസ്ഥരെയും ഒന്നിച്ചു കാണുകയും ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ ആഘോഷങ്ങളിലും കേരളത്തിലെ യുവജന സംഘടന അല്ലെങ്കിൽ ഇന്ത്യയിലെ യുവജന സംഘടന DYFI രംഗത്തുണ്ടാകും. അതാണ് ഈ പറയുന്ന വയറെരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാനുള്ള ഹൃദയസ്പർശം DYFIയുടെ ഈ ഓണസദ്യ കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.